അരമണിക്കൂറിനകം അവിടുത്തെ പൊതുദർശനം പൂർത്തിയാക്കാൻ കഴിയുമോ? അരമണിക്കൂർ എന്നുള്ളത് ദുഷ്കരമായിരിക്കും ദിവിഷ്. കാരണം ഈ പുറത്തേക്ക് നോക്കിയാൽ പുറത്തേക്ക് അതിനീളത്തിലുള്ള ക്യൂ ഉണ്ട്. ആ ക്യൂ ഇതുവരെ അനങ്ങി തുടങ്ങിയിട്ട് പോലുമില്ല. ഇപ്പോൾ ഈ പന്തലിനകത്തുള്ള ആളുകളാണ് കണ്ട് ഇറങ്ങുന്നത്. ഈ പന്തലിന് വെളിയിൽ, അതായത് VSന്റെ വീട്ടിന്റെ മുറ്റത്തിന് വെളിയിൽ റോഡിൽ അനേകായിരം മനുഷ്യർ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അവരോട് പറഞ്ഞിരിക്കുന്നത് അവരെ അന്തിമോപചാരം അർപ്പിക്കാൻ അനുവദിക്കുമെന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ അനൗൺസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവരിവിടെ തുടർന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൂടി കാണാനുള്ള അവസരമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൂടി കാണാനുള്ള സമയം വേണം. അതുകൊണ്ട് അരമണിക്കൂർ എന്നുള്ളത് ദുഷ്കരമായ ഒരു സമയപരിധി ആയിരിക്കും. പക്ഷേ പെട്ടെന്ന് അതായത് വളരെ പെട്ടെന്ന് അന്തിമോപചാരം അർപ്പിച്ച് ആളുകൾ മടങ്ങുകയാണ്. അല്ലെങ്കിൽ അതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. കുറച്ചു നേരം അവിടെ തങ്ങാനോ അങ്ങനെയൊന്നുമുള്ള സാഹചര്യമില്ല. ഒരു നോക്ക് കാണുക, ഒരു മുഷ്ടി ചുരുട്ടി ഒരു മുദ്രാവാക്യം വിളിക്കുക, അത്രയേ വേണ്ടു ആളുകൾക്ക്. അതാണിപ്പോൾ നടക്കുന്നത്. പെട്ടെന്ന് ക്രമീകരണം അനുസരിച്ച് പെട്ടെന്ന് ആളുകളെ ഈ വീടിന് വെളിയിലേക്ക് അയക്കുന്നുണ്ട്. റെഡ് വോളണ്ടിയർമാർ കൃത്യമായി അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ അരമണിക്കൂർ കൊണ്ട് ഇത് പൂർത്തീകരിക്കുക എന്നുള്ളത് എളുപ്പമായിരിക്കില്ല. അത്രയധികം ആളുകൾ പുറത്ത് വെളിയിൽ, നമ്മൾ ഈ കാണുന്ന വീഡിയോ ദൃശ്യങ്ങൾക്ക് അപ്പുറത്തുള്ള റോഡിൽ ഒരുപാട് ആളുകൾ ക്യൂ ആയി വരിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ പന്തലിനകത്ത് നിൽക്കുന്ന ആളുകൾ അന്തിമോപചാരം അർപ്പിച്ച് മാറിയാൽ മാത്രമേ അവർക്കുള്ളിലേക്ക് കയറാൻ കഴിയുള്ളൂ. ആ ക്യൂ അനങ്ങി തുടങ്ങിയിട്ട് പോലുമില്ല. വലിയ ജനസഞ്ചയമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് ആ ആളുകൾ മുഴുവൻ അന്തിമോപചാരം അർപ്പിച്ച് കഴിഞ്ഞിട്ടായിരിക്കും DC ഓഫീസിലേക്ക്, CPIMന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോവുക. അഭിലാഷാണ് വിവരങ്ങൾ നൽകി വരുന്നത്. വീര നേതാവേ എന്ന മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളികളുമായി പൂക്കളർപ്പിച്ചുകൊണ്ട് തൊഴുത് കൈകൾ കൂപ്പി തങ്ങളുടെ പ്രിയ നേതാവിന് വിട ചൊല്ലുകയാണ്. ഒരു സെക്കൻഡ് പോലും തീർച്ചയായും കാണാനുള്ള ഒരു സമയമില്ല. അത് നമ്മുടെ സമയപരിമിതി കൊണ്ടാണ് അത് ആളുകൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. വേഗത്തിൽ VSനെ കണ്ട ആളുകൾ അവിടെ നിന്ന് പിന്മാറുകയാണ്. പിന്നാലെ ആളുകൾ കൂടുതൽ വരുന്നു. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ വീടിന് പുറത്ത് റോഡിൽ നിൽക്കുന്ന ക്യൂ അനങ്ങി തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഈ മതിൽക്കെട്ടിനകത്തുള്ളവരാണ് ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് പുറത്തു കൂടിയുള്ള ഒരു അവസരം ഉണ്ടാവുക. എല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കിയ ശേഷം മാത്രമേ ഇവിടെ നിന്ന് DC ഓഫീസിലേക്ക് കൊണ്ടുപോകൂ എന്ന് നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിരുന്നു. എങ്കിലും പരമാവധിത്തിൽ ഇപ്പോൾ തന്നെ സമയം 12:52 ആയിരിക്കുന്നു. ഇവിടെ നിന്ന് DC ഓഫീസിൽ അവിടെയും അരമണിക്കൂറെങ്കിലും പൊതുദർശനം വേണ്ടിവരും. തുടർന്ന് പോലീസ് ഗ്രൗണ്ടിൽ അവിടെ നിന്നാണ് വലിയ ചുടുകാടിലേക്ക് കൊണ്ടുപോകുന്ന. അസ്തമയത്തിന് മുൻപ് തന്നെ സംസ്കാര ചടങ്ങ് പൂർത്തിയാക്കണം എന്ന ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ അവിടെയും ക്രമീകരണങ്ങൾ മുന്നോട്ട് പോകുന്നത്.